CSF ലീക്ക് നമ്മൾ കറക്റ്റ് ചെയ്തില്ല, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ CSF ഫ്ലൂയിഡ്, അതായത് ഈ ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ മൂക്കും ബ്രെയിനിൻ്റെ ഇടയ്ക്കുള്ള ഈ കമ്മ്യൂണിക്കേഷൻ പെർസിസ്റ്റ് ചെയ്താൽ, തുടർന്നാൽ ഇതിൽ കൂടെ ഇൻഫെക്ഷൻ തലച്ചോറിലോട്ട് സ്പ്രെഡ് ആകാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് മെനിഞ്ചൈറ്റിസ് എന്നുള്ളൊരു ഇൻഫെക്ഷൻ. അപ്പം 1% പേഷ്യൻസ് മെനിഞ്ചൈറ്റിസ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിനുശേഷം നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുത്തു കഴിയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ലീക്ക് കുറച്ച് നാളായിട്ടുണ്ട്, അവർ അത് ശ്രദ്ധിച്ചിട്ടില്ല. അതിനുശേഷം ആണ് അവരിങ്ങനത്തെ ഒരു പിന്നെ തലവേദന തുടങ്ങി, ഛർദിലായി, പനിയായി, പിന്നെ ഡിസോറിയൻറ്റേഷൻ, കോമ എന്നുള്ള സിറ്റുവേഷൻസിലോട്ട് ഇത് നീങ്ങാം. അപ്പം ഇതിൻ്റെ ഇവാലുവേഷൻ എങ്ങനെയാണ്? അപ്പം ഈ CSF ലീക്ക് നമ്മൾ സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന്, ഈ ഫ്ലൂയിഡ് നമുക്ക് കളക്ട് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു കർച്ചീഫിൽ ഈ തുള്ളി ഒഴിച്ച് വെച്ച് ഇതൊന്ന് ഉണക്കാൻ വെക്കുക. യൂഷ്വലി ആ കർച്ചീഫ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പശപ്പ് കാണത്തില്ല. മറ്റേ നേസൽ സെക്രീഷൻസ്, അതായത് മൂക്കിൽ നിന്നുള്ള ഡിസ്ചാർജ് ആണെന്ന് വെച്ചാൽ അത് സ്റ്റാർച്ച് ഇട്ട മാതിരി കട്ടി പിടിക്കും. എന്നാൽ CSF ഫ്ലൂയിഡ് ആണെന്ന് വെച്ചാൽ ആ കർച്ചീഫ് ഉണങ്ങുമ്പോൾ അവിടെ ബേസിക്കലി ഒരു സ്റ്റെയിനിങ്ങോ പ്രത്യേകിച്ച് നമുക്ക് വേറൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് നോർമൽ ഒരു രീതിയിലോട്ട് തന്നെ ആ കർച്ചീഫിൻ്റെ ഫീൽ അതേപോലെ തന്നെ ഇരിക്കും. അതേസമയം നേസൽ ഡിസ്ചാർജ്, മൂക്കിൽ നിന്നുള്ള കഫമാണെന്ന് വെച്ചാൽ അത് സ്റ്റിഫാകും, ആ കർച്ചീഫ് കട്ടി പിടിച്ച പോലെ ആകും, സ്റ്റാർച്ച് മുക്കിയ മാതിരിയുള്ളൊരു ഫീലായിരിക്കും അതിന് കിട്ടുക. അതിന് പുറമെ നമുക്ക് ഈ ഫ്ലൂയിഡ് അനാലിസിസിന് വിടാം. പക്ഷെ പലപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലീക്ക് അല്ലായിരിക്കും. പല പേഷ്യൻസിന് ചിലപ്പോൾ ഇന്ന് 2 തുള്ളി വരും, അടുത്ത ദിവസമൊന്നും കാണില്ല. അപ്പോൾ പലപ്പോഴും നമുക്കത് കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. 3, ഒരു നേസൽ എൻഡോസ്കോപ്പി ചെയ്യാം. ഒരു ENT ഡോക്ടറിനെ കണ്ടാൽ അവർ ഒരു നേസൽ എൻഡോസ്കോപ്പി ചെയ്ത് ഈ ഡിഫക്റ്റ് എവിടെയെങ്കിലും, അല്ല ഈ ഫ്ലൂയിഡ് എവിടെയെങ്കിലും വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. 4, ഈ റേഡിയോളജിക്കൽ ടെസ്റ്റുകളാണ്, അതായത് സ്കാനുകൾ പലതരത്തിലുള്ള സ്കാനുണ്ട്. അത് നിങ്ങളുടെ സിറ്റുവേഷൻ, അതായത് നിങ്ങളുടെ പ്രസൻറ്റേഷൻ, ഇപ്പോൾ ഒരു പോസ്റ്റ് ട്രോമാറ്റിക്, അതായത് ഒരു ആക്സിഡൻറ്റിന് ശേഷമുള്ളതായിട്ടാണെന്ന് വെച്ചാൽ അതിന് ചെയ്യുന്ന സ്കാൻ വേറെ ആയിരിക്കും. അല്ല, ഒരു സ്പോണ്ടേനിയസ്, പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതുള്ളൊരു ലീക്ക് ആണെന്ന് വെച്ചാൽ നമ്മൾ അതിന് ചെയ്യുന്ന സ്കാൻ വേറെ ആയിരിക്കും. അപ്പോൾ ഇൻ ജനറൽ CT സ്കാനും MRIയും ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് സ്പെഷ്യൽ സ്കാൻസ് ഉണ്ട്. പ്ലെയിൻ CT ചെയ്യാം, അല്ല CT സിസ്റ്റോണോഗ്രഫി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ CT സ്കാൻ ഇതിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിന് പുറമെ MRI ചെയ്യും.